ഡൽഹിയിലേക്കുള്ള ജനപ്രതിനിധികളുടെ യാത്രയിൽ അപൂർവ ആഘോഷങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ അമ്പലത്തറ വാർഡ് കൗൺസിലർ സിമി ജ്യോതിഷിൻ്റെ ജന്മദിനമാണ് കേരള എക്സ്പ്രസിൽ ആഘോഷിച്ചത്. മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ആഘോഷത്തിൻ്റെ ഭാഗമായി. കേരള എക്സ്പ്രസിൽ നിന്ന് ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഡൽഹിയിലേക്കുള്ള കേരള എക്സ്പ്രസ് യാത്രയിൽ ഒരു അപൂർവ നിമിഷമുണ്ടായി, ഒരു അപൂർവ ആഘോഷ നിമിഷമുണ്ടായി. മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ കൗൺസിലറായിട്ടുള്ള സിമി ജ്യോതിഷ് ചേച്ചിയുടെ ജന്മദിനമായിരുന്നു ഇന്ന്. അപ്രതീക്ഷിതമായിട്ട് ആ ജന്മദിനം കേരള എക്സ്പ്രസിൽ തന്നെ ആഘോഷിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിനെയാണ് ചേച്ചി ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അറിയിക്കുകയാണ്. ഇങ്ങനൊരു സുലഭ അവസരം, അത് നമ്മളുടെ എല്ലാവരുടെയും കൂടെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ തന്നെ ജന്മദിനം വരുന്നു, ട്രെയിനുള്ളിൽ കേക്ക് മുറിക്കുന്നു. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? തോന്നുന്നുണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ്. ജനിച്ച് ഇത്രയും വർഷമായിട്ട് ഇതുപോലൊരു ആഘോഷം ഉണ്ടായിട്ടില്ല, ആഘോഷിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ കൊണ്ട് സന്തോഷമാണ്. ഒന്ന്, നമ്മളെല്ലാവരും ചേർന്ന് ഡൽഹിക്ക് പോകണം. ഈ ഒരു ദിവസം തന്നെയാണ് ആ ഡേറ്റ് വന്നത്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും, മേയർ ഉൾപ്പെടെയുള്ള, നമ്മുടെ സ്വന്തം പ്രഭാരി ഉൾപ്പെടെയുള്ള എല്ലാവരും, എൻ്റെ സഹോദരിമാർ, സഹോദരന്മാർ എല്ലാവരും ഒന്നിച്ച് വളരെ ആഘോഷമായിട്ട് രാവിലെ മുതലേ തുടങ്ങിയതാണ്. ശരിക്കും ഇത് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ജന്മദിനമാണ്. നേരത്തെ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ഡേറ്റ് തന്നെ വരുന്നതെന്ന് അറിഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇല്ല, ആദ്യം ഞാനത് ഓർത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൽ കയറുന്ന സമയത്താണ് ദൈവമേ 11 ആ ട്രെയിനിലായിരിക്കുമല്ലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞാൻ ജയെടുത്ത് പറഞ്ഞു, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് 11 ഒന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അത് ഇത്രയും വലിയൊരു ആഘോഷമൊന്നും ഇന്നലെ രാത്രി പറയുമ്പോഴും പ്രതീക്ഷിച്ചില്ല. കേക്ക് കിട്ടി, നാഗ്പൂരിൽ നിന്ന് കേക്ക് വാങ്ങി. ബാക്കിയെല്ലാം ഇന്ന് രാവിലെ മുതൽ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി അനുഗ്രഹിച്ചു. ആശംസകൾ. ഇതില് സിമി നമ്മുടെ ഇപ്പോൾ കോർപ്പറേഷനിലെ അമ്പലത്തറ വാർഡിലെ കൗൺസിലറാണ്. സിമിയുടെ ഒരു പാരമ്പര്യം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, കോർപ്പറേഷനിൽ നമുക്ക് 1988 6 കൗൺസിലർമാരെ കിട്ടുമ്പോൾ സിമിയുടെ അമ്മ രാധ ചേച്ചി അതിലൊരു കൗൺസിലറായിരുന്നു. അങ്ങനെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു കുടുംബമാണ് സിമിയുടേത് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഇന്നിപ്പോൾ ഈ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനവും പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഝാൻസി റാണിയുടെ നാട്ടിൽ ഝാൻസി റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ഈ പിറന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഈ പിറന്നാളിൻ്റെ മഹിമ, അതിൻ്റെ മധുരം ഏറെ ഉയരുന്നതാണ്, വർദ്ധിക്കുന്നതാണ്. എല്ലാ ആശംസകളും സിമി ജ്യോതിഷിന് ഈ സമയത്ത് അർപ്പിക്കുകയാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ജഗദീശ്വരൻ കരുത്തു പകരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന നാൾ മുതൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ബന്ധം തന്നെയാണ് സിമി ചേച്ചി. ആ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു അനിയത്തിയുടെ കടമകളെല്ലാം ഇന്ന് ഞാൻ നിർവഹിച്ചു. ഒരുപാട് സന്തോഷം. എന്തായാലും നല്ലൊരു യാത്ര, നല്ലൊരു സന്തോഷ നിമിഷങ്ങൾ. ഇനി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് എത്തുന്നു. എല്ലാം കൊണ്ടും ഇരട്ടി മധുരമാണ് ഇന്നത്തെ ദിവസം. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്തായാലും ആ സിമി ചേച്ചിയുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായി തന്നെ അവശേഷിക്കും. എന്തായാലും ചേച്ചിക്ക് മുന്നോട്ടുള്ള ആ ഒരു പ്രവർത്തന ജീവിതം അത് കൂടുതൽ മനോഹരമാകട്ടെ, കൂടുതൽ ഊർജ്ജസ്വലമാകട്ടെ എന്ന് ഈ ജന്മദിനത്തിൽ നമ്മളും ആശംസിക്കുകയാണ്. കേരള എക്സ്പ്രസിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം ഗോകുൽ രമേശ്, ജനം. സിമി ജ്യോതിഷിന് ജനം TV കുടുംബത്തിൻ്റെയും ജന്മദിന ആശംസകൾ.